ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിൽ എത്തിയിട്ടുണ്ട്, പ്രാഗിൽ വന്നിട്ടുണ്ട്. ഇന്നലെ സ്ലോവാക്കിയ ബ്രാറ്റിസ്ലാവയിൽ നിന്നാണ് ഞാൻ ഫ്ലിക്സ് ബസ് എടുത്ത് വന്നത്. അപ്പോൾ ഇന്നലെ ഞാനിവിടെ എത്തി. ഇന്നലെ രാത്രിയായി എത്തിയപ്പോൾ ഒരു 9:30 ഒക്കെ ആയി. സോ ഇന്നലെ ഇവിടെ വന്നിട്ട് ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്രണ്ട്സിൻ്റെ റൂമാണ്, മലയാളീസ് ഉണ്ട്. അപ്പോൾ അവരിതാ മുകളിലൊക്കെ ഉണ്ട്. സോ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നിന്ന് കറങ്ങാൻ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ മോസ്റ്റ്ലി ബിൽഡിങ്സ് തന്നെ ഉള്ളൂ. കാരണം സ്ലോവാക്കിയയും ചെക്കൊക്കെ ഒരു കൺട്രി ആയിരുന്നു. ഇപ്പോൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സെയിം ഇതാണ് യൂറോപ്പിൽ കാണുന്നത്. സെയിം ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആണ്. കാരണം കുറച്ചും കൂടെ ഒരു ചേർച്ച് കാത്തഡ്രൽ ടൈപ്പ് ബിൽഡിങ്സ് ആയിരിക്കും കുറച്ചുകൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോകണോ ഇന്ന് പോകണോ എന്നിങ്ങനെ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ തൊട്ട് റൂമിൽ തന്നെ റെസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ റെസ്റ്റ് എടുത്ത് ഈവനിങ് ആയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6:45 ആയിട്ടുള്ളൂ. പക്ഷെ ഒരു ക്ലൗഡി വെതറാണ് കേട്ടോ. സോ ഇവിടുന്ന് ജസ്റ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ എല്ലാ യൂറോപ്യൻ സിറ്റിയിലും എസ്പെഷ്യലി ഷെങ്കൻ കൺട്രീസിലെല്ലാം കാണുന്നത് കാസിലും ഓൾഡ് ടൗണും സ്ക്വയറും അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അതേ ട്രാമും ട്രെയിനൊക്കെയാണ്. അപ്പം ഞാൻ ഇന്നലെ 72 hours ടിക്കറ്റാണ് എടുത്തത്. സോ 72 hours ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പോവാം. അതിന് ഒരു ഇന്ത്യ റുപ്പി എത്രയായിരുന്നു? യൂറോ 14 അല്ല, അതിൽ കൂടുതലുണ്ട് തോന്നുന്നു. ഏകദേശം ഇവിടുത്തെ 15 €15 എല്ലാ സാധനവും ഇൻക്ലൂഡ് ആവും. ട്രാം, ട്രെയിൻ, ബസ്. പ്രാഗിലെ ഒരുവിധം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂറോപ്പിൽ തന്നെ ബെസ്റ്റാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നടക്കാനുള്ള ദൂരേക്കും പിന്നെ ട്രാം, ട്രെയിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അടിപൊളിയായിട്ട് പോകാൻ പറ്റും. കോഴിക്കോട്. സോറി, കൺഫ്യൂഷനായി. ഇവിടെ നമ്മുടെ കൂടെ കുറെ മലയാളീസ് ഉണ്ട് കേട്ടോ. ഞാൻ അവരെ കാണിച്ചു തരാം. അവരെല്ലാവരും ഓരോ സൈഡിലായിട്ട് ഇരിക്കാണ്. ഇവിടെ അധികം നമുക്ക് സംസാരിക്കാൻ പറ്റൂല. നോക്കട്ടെ, ഇവിടെ അതാ കുറെ പേരുണ്ട്, ഇവരൊക്കെ ഇരിക്കാണ്. ഹായ്, ഇത് ഷമീമ്. നാട്ടില് കോഴിക്കോട്. പേര്? നാട്ടില് കോഴിക്കോട്. എല്ലാരും കോഴിക്കോടാ. ഓക്കെ, എന്റെ നാടിന്റെ അടുത്താണ്. ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ വ്യൂ എല്ലാം കണ്ടിട്ട് നമുക്ക് പോവാം. അതാണ് ബാക്കിൽ പോയി നിൽക്കാന്ന് പറയുന്നത്. ഫുൾ വ്യൂ കാണാല്ലേ. വ്യൂ ഉള്ള ട്രാം. ഇത് പുതിയ ട്രാമാണ് അല്ലേ? ഇതിന്റെ ഒരു 4-5 ജനറേഷൻ ഉണ്ട് ട്രാമിന്. ഓൾഡ് ആയിട്ടുള്ള ട്രാം കാണാം, അടിപൊളി പുതിയ ട്രാം കാണാം. ഇപ്പോഴും നിരത്തുകളിൽ സജീവമാണ്. ഇത് ഓൾറെഡി ഒരു എന്താ പറയാ ഓൾഡ് ടൗൺ സെറ്റപ്പ് ആണ് പ്രാഗ് എന്ന് പറയുന്നല്ലേ. മൊത്തത്തിൽ ഓൾഡ് ടൗൺ യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾഡ് ടൗൺ നമുക്ക് ഇവിടെ പ്രാഗിൽ കാണാൻ പറ്റും. സന്തോഷ് ജോർജിന്റെ വീഡിയോ ഉണ്ട്. ആണോ? ഞാൻ കണ്ടിട്ടില്ല. എന്താ പറയുന്നത്? യൂറോപ്പിലെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് പ്രാഗാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും കാണലില്ല. അപ്പൊ നമ്മളെ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സമയം കിട്ടാത്തോണ്ട് നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? ഓക്കെ, ചാൾസ് ബ്രിഡ്ജ്. പിന്നെ മെയിൻ ആട്ടോ യൂറോപ്പിലെ ഒരു ബ്രിഡ്ജ് മസ്റ്റ് ആണ്. ഒന്നല്ല 2-3 ഉണ്ടാവുമല്ലോ. ഓക്കെ, ലെറ്റ്സ് സീ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? ഇത് ആഷിക്ക്. ചാൾസ് ബ്രിഡ്ജിന്റെ ബാക്ക് സൈഡ് നമ്മൾ പോണത്. ഓക്കെ, ഒരു ബ്രിഡ്ജ് ആകുമ്പോ ഫ്രണ്ടും ബാക്കും ഉണ്ടാവില്ല. ചാൾസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിന്റെ ബാക്ക് സൈഡിലുള്ള കവാടാണ് ഈ കാണുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് രാജാക്കന്മാര് പ്രാഗിലേക്ക് പോയ റൂട്ടാണ്. അതിനെന്ത് വ്യത്യാസം ഇല്ല. പിന്നെ ഈ ചാൾസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയ ഒരു കഥ ഉണ്ട്. ചാൾസ് ബ്രിഡ്ജിന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞത് കേട്ട് അറിവാണ്. അത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു ഹിസ്റ്ററിയാണ്. ഈ പണ്ട് കാലത്ത് ഈ ചാൾസ് ബ്രിഡ്ജ് ഇത് പണയുന്ന രാജാവിനുണ്ടായിരുന്നു 100-200 വർഷത്തോളം ഈ പാലം നിലനിൽക്കണം, അതൊരിക്കലും നശിച്ചു പോകരുത് എന്നുള്ളതുകൊണ്ട് ഒരുപാട് ആളുകളായിരുന്നു. ഒരു വൈദ്യന്മാരൊക്കെ ഉണ്ടല്ലോ, അതായത് എങ്ങനത്തെ ആളുകളാണ്, ആളുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല.
അപ്പൊ നമ്മൾ ഗൈഡ് ലൈൻസ് ചോദിക്കൂലേ എന്താണ് ഏറ്റവും ബെറ്റർ ഏതാന്നുള്ളത്. അങ്ങനെ ചോദിച്ച ഒരാൾ പറഞ്ഞതാണ് മുട്ടയുടെ തോട് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മള് സിമെന്റിനേക്കാൾ ഉറപ്പായിരിക്കും മുട്ടയുടെ തോട് വെച്ചിട്ട് സെറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ടാണ് ഈ പാലുണ്ടാക്കിയത്. ഇൻട്രസ്റ്റിംഗ്. ചെക്കിൽ വന്നാല് മസ്റ്റ് ആയിട്ടും ട്രെയിൻ. പക്ഷെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇത് ആക്ച്വലി ഇവിടത്തെ അല്ല, ഹംഗറിയിലാണ്. കാരണം ഞാൻ അവിടെ പോയപ്പോ ബുദാപെസ്റ്റിൽ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇവിടെ അത് ഫേമസ് ആയില്ലേ. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഇവിടെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ട്രൈ ചെയ്യുന്ന സാധനമാണ് ഈ ചിമ്മിനി കേക്ക്. ചിമ്മിനി കേക്കിൽ തന്നെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇവിടെ കുറെ കാണാം. ഇത് കണ്ടപ്പോ ട്രൈ ചെയ്യാൻ തോന്നി. എനിക്ക് ഹംഗറിന്ന് ട്രൈ ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. കാരണം അവിടെ ഇത്രയും നൈസായിട്ടുള്ള കടയും ആംബിയൻസ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഇതാണ് ഞാൻ മേടിക്കാൻ വേണ്ടി പോകുന്നത്. കാണുമ്പോൾ നല്ല രസമുണ്ട്. യു ഹാവ് കാർഡ്? കാർഡ് വെച്ചാണ് ഞാനിവിടെ എല്ലാം പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് സംഭവം. കണ്ടിട്ട് അടിപൊളി, അത്യാവശ്യം വലുതാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റേറ്റാണ് 170 സംതിങ്. ഞാനത് കഴിച്ചു നോക്കിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. കാരണം ലൈറ്റ് മധുരം ഉള്ളൂ, അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം മധുരം ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു. ഇത് ലിറ്റിൽ വെനീസ് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ് ഉള്ളൂ. പോവും തിരിച്ചിങ്ങോട്ട് പോകും. അതാണ് ഓരോ സൈഡും ഓരോ കൺട്രി പോലെ തോന്നുന്നത്. ഇപ്പൊ ഇറ്റലി ആയി, നേരത്തെ അവിടെ പെറു പോലത്തെ സ്ഥലം കണ്ട്. ഓരോ സ്ഥലം കാണുമ്പോൾ ഓരോ പോലെ എനിക്ക് തോന്നുന്നത്. ഇവിടെ ക്രൂസിൽ ഇങ്ങനെ പോവാട്ടോ. കാണാൻ ഇവിടെ പിന്നെ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് മെയിൻ സിറ്റി. സിമ്പിളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണാനുള്ളതേ ഉള്ളൂ. ഞാൻ പിന്നെ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. പക്ഷെ 3 ദിവസത്തിന് നമുക്ക് കാർഡ് എടുക്കാൻ പറ്റൂ. ഒന്നുമില്ല 1 ദിവസത്തിന്, അല്ലെങ്കിൽ 3 ദിവസത്തിന്, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ തന്നെ അത് ഞാൻ ഇവിടെ ആ കാർഡില്ലായിരുന്നെങ്കിൽ ഇരട്ടി പൈസ ആയേനെ. കാരണം ഞാൻ ഡോളർ യൂറോ ചേഞ്ച് ചെയ്ത ക്യാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ പിന്നെ കാർഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ആ നിയോ ഗ്ലോബലിൻ്റെ കാർഡാണ് ഏറ്റവും നല്ലത്. ഞാൻ യൂസ് ചെയ്യണേൽ കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ആകെ ഒരു കാർഡേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെയുള്ള കാർഡ് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫെഡറൽ ബാങ്കിൻ്റെ അത് കൊള്ളൂലായിരുന്നു. എക്സ്ട്രാ ഫോറസ്റ്റ് പൈസയൊക്കെ ആവുമായിരുന്നു. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വെതറും ഒരു ചെറിയ ക്ലൗഡി എന്ന വെയിലുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ ഇന്ന് സൺസെറ്റ് ഇല്ല. സ്കൈ ക്ലൗഡി ആയില്ലേ. ചിലപ്പോ പറയാൻ പറ്റില്ല, ചിലപ്പോ കിട്ടും. എന്താണ് ഇതിന്റെ ചരിത്രം? അത് കണ്ടോ എന്താ സംഭവം? പ്രേ ചെയ്ത് കഴിഞ്ഞാ നടക്കുന്ന പറയുന്നത്. ഓ അങ്ങനെ അത് പറഞ്ഞത് അങ്ങനെ ആയിപ്പോ. തമാശക്ക് അത് പിന്നെ ടൂറിസ്റ്റുകൾ കണ്ടില്ലേ ആൾക്കാർ വരിക. അതെനിക്ക് തോന്നുന്നു യൂറോപ്പിൽ തന്നെ ഓരോ സ്ഥലത്തും ഉണ്ട്. പിന്നെ വിലക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതാണ് വിലക്ക് ഓരോ ഇഷ്ടങ്ങൾ. ആ സത്യാണ്, അത് കറക്റ്റാണ് കേട്ടോ. പിന്നെ പ്രാഗ് അത്യാവശ്യം ശരിയാ, നൈസാണ്. ഇവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അതായത് ഏറ്റവും മുകളിലുള്ള ആ കാണുന്നതാണ് കാസിൽ കേട്ടോ. പ്രാഗ് കാസിൽ. നമ്മളിങ്ങനെ ചാൾസ് ബ്രിഡ്ജിലൂടെ നടക്കാണ് കേട്ടോ. നല്ല അടിപൊളി വെതറൊക്കെ ആയിട്ട്. പിന്നെ ഏതോ സിനിമയിലെ കാര്യം പറഞ്ഞു. അല്ല, രൺബീർ കപൂർ കാമുകിനെ കാണാൻ വരുന്ന സീറ്റിന്റെ പേരാണ് അതേടാ. അത് നമ്മുടെ സ്വന്തം ഈ പ്രാഗിലാണ്. പ്രാഗിൽ ഏത് മ്യൂസിക്, പ്രാഗിൽ കുറെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തു. അതിൽ ഈ ചാൾസ് ബ്രിഡ്ജ്, ഇവിടെ ആ ഓൾഡ് ടൗൺ, അങ്ങനത്തെ കുറെ സ്ഥലത്തുനിന്ന് അതിന്റെ കുറെ ക്ലിപ്സ് നിങ്ങൾക്ക് ആ ഒരു പാട്ടിലേക്ക് കണ്ടാൽ മനസ്സിലാവും. ആണോ? ഓൾ ബ്യൂട്ടിയാണ് ഈ പ്രാഗ്. നിങ്ങൾക്ക് ജീവിതത്തിലൊരു അവസരം കിട്ടാൻ നിങ്ങൾ പ്രാഗിലെ ഈ ഓൾഡ് ടൗൺ ഈ ഒരു വിസിറ്റ് ചെയ്യണല്ലേ. സീരിയസ്ലി ഞാനില്ലേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എന്താണെന്നറിയോ, നമ്മൾ പല സിനിമകളിലും ബുക്കുകളിലൊക്കെ കാണുന്ന കാര്യങ്ങൾ നേരിട്ട് പോയിട്ട് ഞാൻ കാണുന്നത്. വീഡിയോയിലല്ലല്ലോ ഞാൻ കാണുന്നത്, ഇത് ഞാൻ നേരിട്ട് പോയിട്ട് ഞാൻ വീഡിയോ ആക്കുന്നതാ. അപ്പൊ എനിക്ക് ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആൾക്കാർ ആഗ്രഹമാണ് എന്ത് ഇവിടെ ഒന്ന് യൂറോപ്പ് കാണാം, ഈ സിറ്റി ഇവിടെ ഒന്ന് വരും, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം.
നമ്മള് ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തില്. യെസ്, അതാണ് ഇവര് പഠിക്കുന്നേ വർക്ക് ചെയ്യുന്നേ. പക്ഷെ ഞാനാണെങ്കിലോ കാണുന്നേ ട്രാവലർ, ഫുൾ ടൈം ട്രാവലിംഗ്. ഒരു രാജ്യം കഴിയുമ്പോ അടുത്ത രാജ്യം പോകുന്നു. അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു അവസരം ഉണ്ടാവട്ടെ. അതേപോലെ എല്ലാവർക്കും കാണാൻ പറ്റട്ടെ. ഇന്നിപ്പോ വീക്കെൻഡ് ആണോ? അല്ലല്ലോ, എന്നിട്ട് ഇത്ര വീക്കെൻഡ് അല്ല, എന്നിട്ടും നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. എന്താ സുവനീറുകളാണോ? നല്ല രസമുണ്ടല്ലോ കാണാൻ. നോട്ടെ, ഇവിടുത്തെ വെറൈറ്റി സുവനീർ ഒക്കെ കാണിച്ചു കൊടുക്കട്ടെ ഞാൻ വീഡിയോയില്. വെച്ചിന് കാണുമ്പോ തന്നെ നമുക്കൊന്ന് മേടിക്കാൻ തോന്നുട്ടോ. ആ, ഇവിടെ അതിനൊക്കെ നല്ല പൈസ ആയിരിക്കും. മീന് ഇതെന്താ? ഇത് കമ്മല? ഇതിനൊക്കെ 8 യൂറോ ഒക്കെ ഉണ്ട്. ചെറിയ സാധനത്തിന്. പക്ഷെ നല്ല ക്യൂട്ട് സാധനം അല്ലേ ഈ പൂച്ചേന്റെ ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാവ്, നല്ല രസമുണ്ട് ഇത്. ഓ, ഇത് കാണിക്കലേക്ക് ഓരോന്ന് മേടിക്കാൻ തോന്നുന്നു. കാരണം ഞാൻ കയ്യിലും കാലിലൊക്കെ ഇടുന്നത്, എന്റെ കാലിലൊക്കെ ഓരോരുത്തരിടുന്ന കാണാൻ. ഫുള്ള് ഞാനിങ്ങനെ കയ്യിലും കാലിലും വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇടും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൂച്ച, അങ്ങനത്തെ ഓരോ സാധനങ്ങള്. വാവ്, എല്ലാം കൊള്ളാട്ടാ. ഇതെന്താ സംഭവം? ഇതെവിടെ ഇടുന്നതാ? സ്റ്റഡ്, ചെവിയിലിടുന്നല്ലേ? വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിന്റെ പൈസയും കാര്യങ്ങളും ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും പൈസ ഉണ്ട്. കറൻസിനെ കുറിച്ച് പറയണം. ഇവിടെ നമ്മളെ ചെക്കില് ചെക്ക് കൊറോണ എന്ന് പറഞ്ഞ കറൻസി അല്ല. കൊറോണ എന്ന് പറഞ്ഞ കറൻസിയാണ്, യൂറോ അല്ല. യൂറോ അല്ല. ഇവിടെ യൂറോപ്പില് എല്ലാ സ്ഥലത്തും യൂറോ അല്ല. ഓരോ രാജ്യം മാറുമ്പോ ഇപ്പൊ പോളണ്ടിലെ അടുത്ത രാജ്യം ഞാൻ പോകുന്നത്, അപ്പൊ പോളിഷ് ആയിരിക്കും അവിടുത്തെ കറൻസി. സ്ലോട്ടി, പോളിഷ് സ്ലോട്ടി. കറൻസി പറഞ്ഞാല് ഒരു ശരിക്കും പറഞ്ഞാല് 4.62 INR ആയിരുന്നു. ഓക്കെ, പക്ഷെ അതിനനുസരിച്ച് മൂല്യം കൂടിട്ടോ. ഓക്കെ, നോക്ക്, നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ട് സാധനങ്ങൾ. വീക്കെൻഡ് പോലും അല്ല, എന്നാലും ഫുൾ വൈബാണ് കേട്ടോ മൊത്തം. ഈ സംഭവം, ഇങ്ങനത്തെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മടുക്കാറില്ല. യൂറോപ്പിൽ ഏത് രാജ്യത്ത് പോയാലും ഇതുപോലത്തെ ഇങ്ങനെ ഓരോ ഹാപ്പനിങ് ആയിരിക്കും. കണ്ടില്ലേ, ഭയങ്കര വൈബായിരിക്കും. ശരിക്കും ഒരു ടൂറിസ്റ്റിക് കൺട്രികളാണ് യൂറോപ്പിലുള്ള എല്ലാ സ്ഥലങ്ങളും. ഭയങ്കര രസമാണ്. അവിടുന്ന് ഇറങ്ങി ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് എത്തിക്കല്ലേ. അതായത് നാരോ സ്ട്രീറ്റ്, അതായത് നമ്മളെ കാശ്മീരിന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സ്ട്രീറ്റ്. അങ്ങോട്ട് കണ്ടാൽ മതി, ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രീറ്റിൽ ഒരു സിഗ്നൽ വന്നങ്ങ് ഉണ്ടാവും. അതായത് പച്ച കിട്ടിയാൽ ആൾക്കാർ താഴത്ത് പോകും, ചുവപ്പ് കിട്ടിയാൽ ആൾക്കാർ താഴത്ത് നിൽക്കും. ഈ പച്ച കിട്ടിയോ താഴത്ത് ഇറങ്ങിയിട്ട് ഓലും കൂടി കയറുള്ളൂ. ഓ ശരി, നൈസ്. വാവ്, നടക്കാനായിട്ട് സിഗ്നൽ ഇതാ സൂം ചെയ്ത് കാണിക്കാം. ഇതാ റെഡ്, ഇപ്പൊ ഗ്രീൻ ആയിട്ടുണ്ട്. ഇനി റെഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും കൂടെ പോകുമ്പോൾ ഗ്രീൻ കത്തിയാലും. ഇവർക്ക് ഗ്രീൻ കത്തി. എല്ലാവർക്കും പോകാൻ പറ്റുമോ? 2 പേർക്ക് ഒരു ടൈമിന് ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പോകുമ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ തട്ടിപ്പോവല്ലോ. ഒരു ടൈമിന് ഒരാൾ പക്ഷെ ഇപ്പൊ അവര് വെയിറ്റ് ചെയ്ത് നിൽക്കണല്ലോ. അവര് ഓക്കെ, ഇവര് പോയി കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഇപ്പൊ ഗ്രീൻ ആണ് കേട്ടോ. അമീനൊന്നും നടക്കൂല. അങ്ങോട്ടില്ല, അവിടെ ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ ഇങ്ങോട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ റെഡ് ആണ്, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ആൾക്കാർ. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് എപ്പോഴും റെഡ് ആയിരിക്കും. ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നൈസ്. ഇങ്ങനത്തെ വെറൈറ്റി സ്ഥലങ്ങളൊക്കെ നൈസാണ്. പിന്നെ കുറേ കഫേസിലേക്കാണ് നമ്മൾ വന്ന് എൻട്രി ചെയ്യുന്നത്. ഇതാണ് ലെനൻ വാൾ. ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ഇവിടെ നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന ചെക്കന്മാരെ എഴുതിച്ചത് കാണിച്ചാ. നമസ്കാരം എല്ലാരും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എവിടെ? അതാ നമസ്കാരം പ്രാഗ്. ശരിയാണല്ലോ. അപ്പൊ യൂറോപ്പിൽ ഇവിടെ പ്രാഗിൽ എത്തിക്കഴിഞ്ഞാലും മലയാളീസിന്റെ കയ്യൊപ്പ് അവിടെ ഉണ്ട്. ഇവിടെ എന്തുവാണ് നമുക്ക് ചെയ്യാം. എന്ത് സ്റ്റിക്കർ വേണം, പെയിന്റ് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മളിത് എന്തൊക്കെ സ്റ്റിക്കർ ഉണ്ടാക്കി നമുക്ക് ഇവിടെ ഒട്ടിക്കാം. അതിനായിട്ടൊരു സ്ഥലം അല്ലേ? പെണ്ണ് എടുത്തിട്ടില്ല. എന്റെ ഈ ബാഗിലല്ല പെണ്ണ്. ബാക്ക് പാക്കർ എഴുതണം. ശരിയാണ്. ഒന്നും എന്റെ പെണ്ണുണ്ടായിരുന്നു. പക്ഷെ അത് നാളെ വന്നിട്ട് എഴുതാം അല്ലേ? മാർക്കർ ഉണ്ടോ? മാർക്കറായിട്ട് എഴുതിയല്ലേ കിട്ടുള്ളൂ. പേപ്പറിൽ എഴുതിയിട്ട്
കൊള്ളാം. നമുക്ക് എന്തെങ്കിലും എഴുതണം. അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. നോക്ക് ആ വൈറ്റ് ഉണ്ടോ, ആ വൈറ്റ് അവിടെ എഴുതണം. ബാക്ക് പാക്കർ ഞാൻ വന്നു എന്നുള്ളതിന്റെ ഒരു സാധനം. ആ എങ്ങനെ കറക്റ്റാ. ആ റെഡിയാണ്. പക്ഷെ തോളിലെത്തിയാലും അത്ര ഹൈറ്റ് കറക്റ്റ് ആവൂല. ഓ സ്റ്റൂളും ഇതൊക്കെ ആയിട്ട് വന്നിട്ട് ഇതവിടെ ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. എന്തെല്ലാം എഴുതണം എന്നുണ്ടായി. കൊള്ളാം. ഇവിടുന്ന് ആ വാള് മുതൽ ഈ വാള് വരെ ഉള്ളു കണ്ട എല്ലാം പലതും ഉണ്ട്. എഴുതി 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 ഫുൾ കൺജസ്റ്റഡ് ആയിരുന്നു. പണ്ട് കാലത്ത് ഈ കറങ്ങുന്ന സാധനത്തിന് ഇവിടെ വൈദ്യുതി ഉണ്ടാക്കി കറണ്ട്. ആണോ? പണ്ടത്തെ കാലത്ത് കറണ്ട് ഉണ്ടാക്കിയതിന്റെ സെറ്റപ്പാണ് ഉള്ളത്. അത് കണ്ടോ? ഒരാളെ കണ്ടോ അവിടെ? ആ കണ്ട്. അതാരാ? കണ്ട്. ആളാരാന്നറിയില്ല. നല്ല ഉണ്ടാക്കിയത്. പിന്നെ അയാളെ പ്രതിമ അതേപോലെ വെച്ചതാണ്. അയാളെന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് വള്ളം വരും. അപ്പൊ വള്ളം വരുന്നുണ്ടോ ഇങ്ങനെ നോക്കി നിൽക്കലാണ് ഇവിടുന്ന്. ആ കഫേ നല്ല രസമുണ്ട്. ആ ആംബിയൻസ് ഒക്കെ ഒരു ഫോട്ടോ എടുത്താല്. ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ പോളണ്ടിലേക്കാണ് പോകുന്നത്. അപ്പം അതിനു മുന്നേ കുറച്ച് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒരു ആസ്ട്രോണമി ക്ലോക്കോ സംതിങ് ലൈക്ക് ദാറ്റ് എന്നുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ബാഗ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ബാഗാണ്. ഇതിന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. പഴയത് ബാഗ് എന്ന് പറഞ്ഞാൽ വലിയ ബാക്ക് പാക്കാ. അതിന്റെ നേരെ പകുതിയാണ് ഇതിലെ. അതിന്റെ പകുതി ഉള്ളൂ. അതിട്ടല്ലേ ഞാൻ വീഡിയോ ഇങ്ങനെ ഉണ്ടാവാ. എനിക്ക് ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ ആയിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ ടെന്റ് ഒന്നും ഇല്ലാണ്ട് ഈ ബാഗ് കൊണ്ട് ഇപ്പം ഡിസംബർ വരെ ആ ഡിസംബർ സെപ്റ്റംബർ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു പ്ലാനും ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഈ പ്രാവശ്യം ടെന്റ് ഒന്നും എടുത്തില്ലല്ലോ, സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇന്നിവിടെ ഫുള്ള് ക്രൗഡാണല്ലോ. എന്തോ കോളേജ് ട്രിപ്പോ അതോ എന്തോ പരിപാടി ഉണ്ട് അല്ല ഇത്ര അധികം ആൾക്കാർ വരില്ല. കുഞ്ഞു പിള്ളേരെ കാണാം. ഇതുണ്ടോ മൊത്തം പിള്ളേരാണ് കേട്ടോ ഇവിടെ. അതാണ് ഇത്രയും ക്രൗഡായിട്ടിരിക്കുന്നത്. ഒരു സെന്ററിലൊരു വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്. അവിടെ തന്നെ റിലാക്സ് ചെയ്തിരിക്കുന്നു. മൊത്തം ചെറിയ പിള്ളേരോട്ടോ. ചിലരൊക്കെ കണ്ടാൽ നല്ല പ്രായം തോന്നുന്നുണ്ട്, പക്ഷെ കുഞ്ഞു പിള്ളേരായിരിക്കും. ഇവരെങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സ്കൂളാന്ന് അറിയില്ലല്ലോ, കോളേജ് അതിലും പ്രായം തോന്നില്ലേ. ഇവിടെ ചെറിയ പിള്ളേരായിരിക്കും. ഇവർക്കൊക്കെ 10-12 വയസ്സുണ്ടാവുള്ളൂ. ഒരു 22 വയസ്സുണ്ട്. ആ അതാണ് ഭയങ്കര ഡിഫറെന്റാ. കാരണം ഇവരുടെ ഫുഡ് ലൈഫ് സ്റ്റൈല് അതുകൊണ്ട് ഇവര് നല്ല ഹൈറ്റും സൈസും വെക്കും. നല്ല പ്രോട്ടീനൊക്കെ കഴിച്ചിട്ട് അതായിരിക്കും. ഫുഡിന്റെ തന്നെയാണ് മാറ്റം. 4ാം ക്ലാസ് 5ാം ക്ലാസ് നല്ല പ്രായം തോന്നും. സത്യം അതാണ്. ഇതിന്ന് മൊത്തം ടൂറാണ് കേട്ടോ. അതൊക്കെ ഇതും അതെ. ഇത് എല്ലാ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വന്നിട്ടാണ് നമ്മളെന്താണ് ഓൾഡ് ടൗൺ തുടങ്ങുന്നത് പ്രാഗിന്റെ. ഇനി അങ്ങോട്ട് ഫുൾ ഓൾഡ് ബിൽഡിങ്സ് ആയിരിക്കും. അതിന്റെ ഒരു തിരക്ക് നിങ്ങൾക്ക് അവിടെ കാണുന്നില്ല. ഫുൾ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഒരു കൊടി മുമ്പിൽ ഇങ്ങനെ വെക്കും. അതിന്റെ ബാക്കിൽ ഫുൾ ആൾക്കാർ. ഐ ലവ് പ്രാഗ്. ഓൾഡ് ടൗൺ ഉള്ളതിലെ ഏറ്റവും നൈസായിട്ടുള്ള ഓൾഡ് ടൗൺ ആണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ശരിക്കെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തോന്നുന്നു. ഇവിടെ വീടൊക്കെ ലീഗലാണ് കേട്ടോ. ആണോ? വീടിന്റെ ഒക്കെ ഷോപ്സ് നമുക്ക് കുറെ കാണാൻ പറ്റും. ഇതും അതൊക്കെ വീടിന്റെ ഷോപ്സ് ആണ്. ആ അതൊക്കെ ലീഗലാണല്ലേ. കുറെ ഷോപ്സ് കാണാൻ പറ്റുന്നുണ്ട്. യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. നമ്മളെ നാട്ടില് മാത്രം ലീഗലല്ല. എന്നാലും നമ്മുടെ നാട്ടില് കുറെ ഒരു ശിവന്റെ എന്തോ സംഭവമൊക്കെ ഉള്ളാവുമ്പോ ലീഗൽ പോലെയാണ്. എന്തോ ശിവരാത്രി ഇല്ല. ഇവിടെ ബഗ്ഗി തന്നെയാണ് ഈ കാണുന്നത്. ബഗ്ഗി ഇന്നതിന് അവര് ഇവിടെ നിലത്ത് കിടക്കുകയൊക്കെ ചെയ്യാ. അങ്ങനെയാണ് ബഗ് ചെയ്യുന്നത്. കാണുന്നത് കണ്ടോ ഒരു പുരാതനമായിട്ടുള്ള ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ കൂടുതലും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഈ ബിൽഡിങ്സ് എല്ലാം. നമുക്ക് അത് കല്ല് തന്നെ ജസ്റ്റ് അതിങ്ങനെ കൊത്തി കൊത്തി വെച്ചിട്ടുള്ളത്. ഈ ഒരു വണ്ടി കണ്ടില്ലേ, ഈ വണ്ടിയിലാണ് ഇവിടെ മൊത്തം ആൾക്കാരും കറങ്ങി നടക്കുന്നത്. മോസ്റ്റ്ലി പ്രാഗ് എന്ന് പറയുന്നത് ഭയങ്കര യൂറോപ്പിൽ എന്താ പറയുക ഭയങ്കര ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ വണ്ടിയിലാണ് എല്ലാവരും കറങ്ങി നടക്കുന്നത് കേട്ടോ. നടക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് വീക്കെൻഡ് ഒന്നും അല്ല, എന്നിട്ട് പോലും ഭയങ്കര തിരക്കാണ്, നടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത്രയും ആൾക്കാരാണ് ഉള്ളത്. പ്രാഗിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ.
ഓക്കെ. ഞാൻ ആക്ച്വലി വോയിസ് ഓവറാണ് ചെയ്യുന്നത്. എന്തോ പറ്റി എൻ്റെ ഫോണിന്, ഞാൻ വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ അതിലെ സൗണ്ടൊക്കെ മിസ്സായിപ്പോയി. ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ചെറിയ ഗ്യാപ്പിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് അവിടെ എത്താനായിട്ടുണ്ട്. അവിടെയൊക്കെ കുറേ ചോക്ലേറ്റ്സിൻ്റെ ഷോപ്സാണ് കാണുന്നത്. ഈ കാണുന്നത് മൊത്തം ടൂറിസ്റ്റുകളാണ്, പല രാജ്യത്തു നിന്നും വന്നിട്ടുള്ളവരാണ്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി യൂറോപ്യൻസ് തന്നെയാണ്. ഈ കാണുന്നതൊക്കെ കുഞ്ഞു പിള്ളേരാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ പ്രായം നമുക്ക് തോന്നുന്നു ഒരു 25ഒക്കെ ഉണ്ട്, പക്ഷെ 15 പോലും ഉണ്ടാവില്ല. ഇവരുണ്ടോ ബാഡ്ജൊക്കെ ഇട്ടിട്ട് ഫുൾ സ്കൂൾ പിള്ളേരാണ്. ഇന്ന് തോന്നുന്നു സ്കൂളിൽ നിന്ന് വന്ന ടൂറാണ്, കോളേജിൽ നിന്ന് ഒന്നും എല്ലാം വന്നിട്ടുള്ളത്, ഫുള്ള് സ്കൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഉണ്ടോ, ഇവിടെ കൂടുതലും കുറേ കഫേസും സെക്സ് മ്യൂസിയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ ഇവിടെ എല്ലാം ലീഗലാണ്, വീഡ് ഷോപ്പ് ആണെങ്കിലും അങ്ങനത്തെ എല്ലാം ഇവിടെ ലീഗലാണ് കേട്ടോ. ദേ ഈ കാണുന്നതാണ് നമ്മളുടെ മെയിൻ സ്ക്വയർ, പ്രാഗിലെ മെയിൻ സ്ക്വയറാണ് ഈ കാണുന്നത്. ഇപ്പൊ നമ്മളിവിടെ 3 ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നമ്മ അവിടെ ഏതെങ്കിലും ഒരു ഇടവഴി കൂടി പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അതായത് നല്ല ആൾക്കാരുടെ സ്ഥലത്ത് നല്ല ആൾക്കാരുണ്ടാവും, പക്ഷെ കുറവ് ആൾക്കാർ നല്ല പീസായിട്ട് ഇങ്ങനെ നടക്കണമെങ്കിൽ ഇവിടെ കറക്റ്റ് അവറാകുമ്പോ ഇവിടെ ഓരോ മണിക്കൂർ ഇവിടെ ഇപ്പൊ സമയം 3:30 ആയില്ലേ, 4 മണിയാകുമ്പോ ഉണ്ടാവും ഫുള്ള് ആൾക്കാർ. പിന്നെ 5 മണിയാകുമ്പോ പിന്നെ ആൾക്കാർ വരും, 6 മണിയാകുമ്പോ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ വരും, ഫുള്ള് മാറും. ഓക്കേ, ഇവിടെ നോക്കിപ്പോ എന്തോരം ആൾക്കാരായി. ഈ ഒരു സ്ക്വയർ മൊത്തം ഫുള്ളായി, എല്ലാവരും അങ്ങോട്ട് തന്നെ അത് തന്നെ നോക്കിയിരിക്കുവാണ് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഫോണും ഉണ്ട്. കറക്റ്റ് ഇത്ര അധികം ആൾക്കാർ ഒറ്റയടിക്ക് കൂടി. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇതിൽ കൂടെ പോകുന്നത് ജീസസിന്റെ 12 ശിഷ്യന്മാരാണ്. ക്ലോക്കിന്റെ ബെല്ലടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ട്രെയിൻ എടുത്തിട്ട് നമ്മള് മെട്രോ എടുത്തിട്ട്, ട്രെയിനും മെട്രോയും ട്രാമൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കുന്നത്. മെട്രോ എടുത്തിട്ട് നമ്മള് ഫ്ലിക്സ് ബസ്സിന്റെ അങ്ങോട്ട് പോകുന്നത്, സോവിയറ്റ് കാലഘട്ടത്തെ. അത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കില് സോവിയറ്റിന്റെ കീഴിലാണ് ഈ ചെക്ക് റിപ്പബ്ലിക്. അപ്പം വേൾഡ് വാർ 2 ശേഷമാണ് ഇവിടുത്തെ ഭരണവും കാര്യങ്ങളൊക്കെ മാറി. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് സോവിയറ്റിന്റെ ആ ഭരണത്തെ ഭയങ്കര വെറുപ്പാണ്. ഞാനിപ്പോൾ ഈ വാർ നടക്കുമ്പോൾ ഇതിലൊക്കെ റഷ്യനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, റഷ്യനെ സപ്പോർട്ട് ചെയ്യില്ല, യുക്രൈനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത്രയും റെഫ്യൂജീസ് ഇവിടെ ഇപ്പോൾ യുക്രൈൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ വലിയൊരു സ്റ്റാൻസ് പറഞ്ഞാൽ ആന്റി സോവിയറ്റ് എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ സോവിയറ്റിന്റെ ആ ഒരു ഭരണമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഞാൻ കേട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ എസ്കലേറ്റർ ചെക്ക് റിപ്പബ്ലിക്കിലാണുള്ളതെന്ന്. അതെ, ഷെങ്കൻ ഏരിയ, യൂറോപ്പിലല്ല. യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ റഷ്യയിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലുണ്ട്. പക്ഷേ ഷെങ്കൻ ഏരിയയിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള എസ്കലേറ്റർ അത് നമസ്കി മീറു എന്ന് പറഞ്ഞൊരു എസ്കലേറ്റർ ആണ്. അത് പ്രാഗിലാണ്. അപ്പൊ ആരെങ്കിലും വരുന്നുണ്ടോ? 2 മിനിറ്റ് എടുക്കും നമ്മൾ താഴേക്ക് വരും. സീന് വലുതായിരിക്കില്ലേ? ആൾക്കാര് പെട്ടെന്ന് നോക്കി കണ്ടിട്ട് ഇറങ്ങാം. ഇത് പുതിയ ആള് കമ്മല് അല്ലേ? നാട്ടില് തൃശ്ശൂര്. ഓക്കെ, ഇവിടെ പഠിക്കാം. ഓക്കെ, രണ്ടോ അതങ്ങനെയാണല്ലോ. സോ ഞാനിതാ പോളണ്ടിലേക്ക് പോവാണ്. ഓക്കെ, കാണാം. ബൈ ബൈ, താങ്ക് യു. ബൈ ബൈ ഗൈസ്, ബൈ ബൈ ഗൈസ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഞങ്ങൾ പോളണ്ടിലേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ പോളണ്ടുകാർ സൂക്ഷിച്ച് നോക്കുക, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ള് ഫ്രീ ആണല്ലോ, ഒരാളില്ല കേട്ടോ, ഇഷ്ടംപോലെ ഫ്രീ ആണ്. അവർക്ക് ഇങ്ങോട്ട് കാണില്ല എന്ന് തോന്നുന്നു, അവരവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ 1A ആണ്, ഫ്ലാറ്റ് ഫ്രണ്ടിലാണ്. 1 എവിടെ? 1A ഇതാ, 1A ആണ്. കാല് നല്ല വെക്കാനുള്ള സ്ഥലമുണ്ട്. ചില സമയത്തൊക്കെ ബസ്സിൽ പോകുമ്പോൾ നല്ല വിഷ്വൽസ് ആണ് കാണുക, പക്ഷെ നമുക്ക് ബസ്സിലിരുന്നിട്ട് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല. അതാണ് യൂറോപ്പിൽ ഭയങ്കര സൈലൻസ് ആയിരിക്കും എവിടെ പോകുമ്പോഴും. ഇപ്പോൾ ട്രെയിനിലായാലും ബസ്സിലായാലും ആളുകൾക്കൊന്നും നമ്മൾ സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും ബസ്സിലൊന്നും പോകുമ്പോഴുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പോലും പറ്റാത്തത്. ഇത് വോയിസ് ഓവർ ചെയ്യുന്നതാണ് പിന്നീട്.